വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. NIOS സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൽ വരാവുന്ന ചില ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സെഷനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ തേർഡ് ചാപ്റ്റർ അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് 4 കൺവെൻഷൻസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പ്രധാനപ്പെട്ട 4 കൺവെൻഷൻസിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് കൺവെൻഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കണം. കൺവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കണം. നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സോ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ ഇതിൽ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. Accounting conventions refers to common practices which are universally followed in recording and presenting accounting information of the business entity എന്നാണ്. അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതിൽ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്തു പോരുന്ന കോമൺ പ്രാക്ടീസസ് ആണ്, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്തു പോരുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്, കുറച്ച് റൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എല്ലാ വർഷവും ഒരുപോലെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു യൂണിഫോമിറ്റി വേണം. ഒരുപാട് ഫേമുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ഫേമുകൾ ചെയ്യുന്നതും ഒരേ രീതിയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂളുകളെയാണ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു 4 കൺവെൻഷൻസിനെ കുറിച്ചാണ്. അതായത് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. ഓക്കെ, ഈ ഒരു 4 കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യം കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. എന്താണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി ആ പേര് പോലെ തന്നെ കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത. നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോളിസീസ്, പ്രാക്ടീസസ് എന്തായിക്കോട്ടെ അത് എല്ലാ വർഷവും എന്തായിരിക്കണം, സെയിം മെത്തേഡുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ടിങ് പോളിസീസിൽ എന്ത് ചെയ്യരുത്, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സുകൾ തയ്യാറാക്കുന്ന മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യരുത്, വർഷാവർഷം നമ്മളത് ചേഞ്ച് ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നമുക്ക് എന്താണ്, ഓരോ വർഷം നമ്മൾ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ലാഭവും നഷ്ടവും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസുകളും ഇൻകംസും ഒക്കെ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വേണം, നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം അല്ലേ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അക്കൗണ്ട്സിൻ്റെ. അതിൽ പ്രധാനപ്പെട്ട് പറയുന്നതാണ് കമ്പാരബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കമ്പാരബിലിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം, എല്ലാ വർഷവും ഒരേ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഈ ഒരു കൺവെൻഷൻ പറയുന്നത് എന്താണ്, നമ്മൾ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി പറയുന്നത് എന്താണ്, നമ്മൾ എല്ലാ വർഷവും ഒരേ അക്കൗണ്ടിങ് പ്രാക്ടീസസ് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വർഷവും അത് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കാം, ചിലപ്പോൾ നമുക്കത് മാറ്റേണ്ടി വന്നിരിക്കാം അല്ലേ. അങ്ങനത്തെ ഒരു ചില കേസസിൽ പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ചിലപ്പോൾ നിയമപ്രകാരമായിട്ട് എന്ത് ചെയ്യുന്നു, ചില മാറ്റങ്ങൾ വന്നു. സോ നമുക്ക് എന്ത് ചെയ്ത് വന്നേക്കാം, നമുക്ക് അതിൻ്റെ അക്കൗണ്ടിൻ്റെ ചില പോളിസീസ് നമുക്ക് എന്ത് ചെയ്യുന്ന മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ എല്ലാ വർഷവും നമ്മൾ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്തു പോകണം എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ അക്കൗണ്ടിങ് കൺവെൻഷൻസിലെ ഫസ്റ്റ് കൺവെൻഷൻ ആയിട്ടുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഭാഗം പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നോക്കാം. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ ആണ്. കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഈ ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് നമ്മളുടെ ഇതിലൊരു ഡെഫിനിഷൻ പോലെ പറയുന്നുണ്ട്, അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ ദ ഇൻഫർമേഷൻ നീഡഡ് ഫോർ യൂസർ ഇൻ ക്ലിയർ ആൻഡ് മീനിങ് മാനർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേമുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഡാറ്റകളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ കമ്പനിയുമായി റിലേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള കമ്പനിയുമായിട്ട് അതിന് ഒരു കമ്പനിയോട് പ്രാധാന്യമുള്ള എല്ലാവിധ അസറ്റുകളായിക്കോട്ടെ, എല്ലാവിധ ഇൻകങ്ങളായിക്കോട്ടെ, എക്സ്പെൻസുകളായിക്കോട്ടെ, എന്ത് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യണം, അത് നമ്മൾ വെളിപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് എക്സാക്റ്റ് ഡാറ്റകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്നാൽ അതിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം അതാണ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷറിൽ നമ്മളോട് പറയുന്നത്.
ഓക്കെ. ആൻഡ് തേർഡ് വൺ പറയുന്നത്, അതായത് മൂന്നാമത്തെ കൺവെൻഷൻ ആയിട്ടുള്ള, ഇതിൽ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ കൺവെൻഷൻ എന്ന് പറയുന്നത് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി കൺവെൻഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ items having an insignificant effect or irrelevant to the user need and be disclosed എന്നാണ്. അതായത് നമ്മുടെ സ്ഥാപനവുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഏരിയ ഓഫ് ബിസിനസ്സുമായിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കതിനെ ഒഴിവാക്കണമെന്നാണ്. അതായത് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളൊരു ഓഫീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ജ്യൂസ് കൊടുക്കാറുണ്ട് അല്ലേ, അല്ലാതെ സ്നാക്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. പക്ഷേ ഈ ഒരു സ്നാക്സ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സെക്ടറാണെന്ന് വിചാരിക്കാം. നമ്മൾ കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വിചാരിക്കാം. അവരുടെ മെയിൻ ഏരിയ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, സർവീസ് ആണല്ലേ. അവർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും, ചിലപ്പോൾ സ്നാക്സുകളൊക്കെ കൊടുക്കും, ജ്യൂസൊക്കെ കൊടുക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു സാധനം ഇതിൽ നിന്ന് കസ്റ്റമറെ നമുക്ക് ക്യാഷ് ഈടാക്കാൻ പറ്റുമോ? ഇല്ല. അത് നമ്മളൊരു ആ ഒരു രീതിയിൽ കൊടുക്കുന്ന സംവിധാനമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെയും അതുപോലെ തന്നെ ജ്യൂസിൻ്റെയും ഒക്കെ എന്തുണ്ട്, ചിലവുകൾ വരുന്നുണ്ട് അല്ലേ. ഇതിനൊക്കെ ചെറിയ എക്സ്പെൻസുകൾ എന്തായാലും വരും. നമുക്ക് ഈ സാധനം വാങ്ങിച്ചിട്ട് വേണേൽ ഇവർക്ക് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ മെയിൻ അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ രേഖപ്പെടുത്തി വെക്കൂല എന്നാണ് പറയുന്നത്. കാരണം ഇത്ര ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട് അല്ല അക്കൗണ്ട് ഇൻഫർമേഷൻസ് എന്താവും, ഓവർ ബേർഡൻ ആവും. അഥവാ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി വരും. ചെറിയ സംഭവങ്ങൾ, ഇങ്ങനത്തെ ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ വരുമ്പോൾ എന്താവും, ഇത് വലുതായി പോകും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ ആയിരിക്കണം. അതിനനുസരിച്ച് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പൊതുവെ അതിനെക്കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ ആ ഒരു സംവിധാനത്തിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും. ഓക്കെ. അപ്പോൾ അതായത് നമ്മുടെ ഏരിയ ഓഫ് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. നമ്മളതിനെ എന്താണ് ഒഴിവാക്കുക, ഇമ്മെറ്റീരിയറ്റുള്ള കാര്യമാണ്, നമുക്കതിനെ ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇനി ഈ ഒരു എക്സ്പെൻസ് നമുക്ക് എങ്ങനെ കാണിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. ഒരു അക്കൗണ്ടിനെ തീരുമാനിക്കാം ഇത് ഏത് രൂപത്തിൽ ചെയ്യണം എന്നുള്ളത്. ഇതുപോലത്തെ ചെറിയ എക്സ്പെൻസുകൾ എന്താ ചിലപ്പോൾ മറ്റു എക്സ്പെൻസിൻ്റെ കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ കാണിക്കാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. പോലത്തെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ തേർഡ് കൺവെൻഷൻ ആയിട്ടുള്ള കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റിയിലൂടെ നമ്മൾ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറയുന്നുണ്ട്. ഇതിനെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം എന്ന് കൂടി നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഒരു ഡിഫെൻസീവ് മെക്കാനിസം അഥവാ ഈ ഒരു കൺവെൻഷൻ നമ്മളോട് പറയുന്നത്, നമ്മളെപ്പോഴും എന്ത് ചെയ്യരുത്, ലാഭത്തിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, കാര്യങ്ങൾ പ്ലാൻ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നഷ്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അഥവാ ആൻറ്റിസിപ്പേറ്റ് ഓൾ ദ ലോസസ് ആൻഡ് മേക്ക് പ്രൊവിഷൻസ് എന്നാണ്. അതായത് നമ്മൾ നഷ്ടം മുന്നിൽ കൊണ്ടുകൊണ്ട് അതിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ് നമ്മൾ തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഇൻ കേസ് നമുക്ക് നഷ്ടത്തിലോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൊവിഷൻസ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും ഇത് ഇത്രത്തോളം ലോസിലോട്ട് എന്ത് ചെയ്തുള്ളൂ, ഈ സംഭവം എത്തത്തുള്ളൂ എന്നുള്ള കാര്യം ഉണ്ടാകും. ബട്ട് നമ്മൾ ഇതൊന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്ട് നമ്മൾ ഇന്ന ടൈമിൽ നമുക്ക് ഇത്ര ലാഭം കിട്ടും, അത് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്ലാനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലോട്ട് അത് മാറും. അപ്പോൾ അതാണ് നമ്മൾ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസത്തിൽ പറയുന്നത്. ഒരു ഡിഫെൻസീവ് മെക്കാനിസം എന്നുള്ള രൂപത്തിൽ നമ്മളോട് എന്ത് ചെയ്യാണ്, ലോസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ലോസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ, അതിന് വേണ്ടി പ്രൊവിഷൻസ് തയ്യാറാക്കാനാണ് എന്ത് പറയുന്നത്, ഈ ഒരു കൺസർവേറ്റിസത്തിലും പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പൊതുവെ വരാറുള്ളത്. പൊതുവെ വരുന്നത് അതായത് കൺവെൻഷൻസ് എല്ലാം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട് ചില, അതായത് കൺവെൻഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു. അതല്ലാതെ പിന്നെ വരുന്നത് ടൈപ്പ് എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. MCQ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ വരുന്നത്. അതായത് ഇതിലേതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇത് ഏത് കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഗത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പൂർണ്ണരൂപം ഇത് നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഈ ചാപ്റ്ററിൻ്റെ പൂർണ്ണരൂപവും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും അതിൻ്റെ ഷോർട്ട് നോട്ടുകളൊക്കെ എന്താണ് നമ്മുടെ നാഷണൽ അക്കാഡമി എന്ന് പറയുന്ന ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ നാഷണൽ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ഷോർട്ട് മെറ്റീരിയൽസും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളോടും തന്നെ നമ്മുടെ നാഷണൽ അക്കാഡമി ടീമുമായിട്ട് ബന്ധപ്പെടാം. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.